ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിനകത്തുള്ള തേർഡ് പാർട്ട് അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആ ഫസ്റ്റ് പാർട്ടിലേക്ക് തന്നെ മൂവ് ചെയ്യുകയാണ്. അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇൻഡോളജിക്കൽ പേഴ്സ്പെക്റ്റീവ്, അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവും, അതുപോലെ തന്നെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാക്സിയൻ പേഴ്സ്പെക്റ്റീവ്സാണ്. അപ്പോൾ ആ ഒരു പേഴ്സ്പെക്റ്റീവ്സ് എന്താണ്, ഇന്ത്യയിൽ ഏത് രീതിയിലാണ് ഈ ഒരു പേഴ്സ്പെക്റ്റീവ് ഉള്ളത്, ഏത് രീതിയിലാണ് ഇന്ത്യൻ സൊസൈറ്റിയെ മാക്സിയൻ സ്കോളേഴ്സ് പഠിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ.ആർ. ദേശായി, അദ്ദേഹത്തിൻ്റെ മാക്സിയൻ അപ്രോച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഇതിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മാക്സിസത്തെക്കുറിച്ചും അല്ലെങ്കിൽ മാക്സിയൻ ഫിലോസഫിയെക്കുറിച്ചും നമ്മളൊക്കെ ഒരുപാട് ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തതും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വായിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ്. മാക്സിയൻ ഫിലോസഫി ഇപ്പോഴും ഡിബേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു ഫിലോസഫിയും കൂടെയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറീസിനകത്ത് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് ക്ലാസ് തിയറീസാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മെയിൻ ഒരു തിയറി എന്ന് പറയുന്ന ക്ലാസ്സാണ്. വർഗസമരങ്ങളും അല്ലെങ്കിൽ വർഗാധിപത്യ മേധാവിത്വത്തിനെതിരെയുള്ള സമരങ്ങളെയൊക്കെയാണ് അദ്ദേഹം മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു തിയറി എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സമൂഹത്തെ ക്ലാസ് ആംഗിളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ പഠിക്കാനാണ് മാർക്സ് ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മാർക്സിസത്തിൻ്റെ ഒരു മെയിൻ എയിമും എന്ന് പറയുന്നത് എന്താണ്? സമൂഹത്തെ സാങ്കേതികമായിട്ട് പഠിക്കുക. ആ സാങ്കേതികമായിട്ട് പഠിക്കുന്നത് ഏത് രീതിയിലാണ്? സമൂഹത്തിലുള്ള വർഗ വിചിന്തനത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ വർഗം എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്ട്സ് വെച്ചിട്ടാണ് സമൂഹത്തെ പഠിക്കുന്നത്. ഓക്കെ, സോ study about the society from the class angle. ഓക്കെ, സോ അപ്പോൾ ഇന്ത്യയിലെ ഏത് രീതിയിലാണ് ഈ ഒരു മാർക്സിസം അല്ലെങ്കിൽ മാർക്സിയൻ ഐഡിയോളജീസ് ഏത് രീതിയിലാണ് ഉള്ളത്, അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റി ഏത് രീതിയിലൊക്കെയാണ് മാർക്സിയൻ തിങ്കേഴ്സ് പഠിച്ചിട്ടുള്ളത്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Okay, so the Marxist philosophers in India believes that the emergence of Indian society and its unique institution could be best examined from the Marxian perspective than other approach. Okay, അപ്പോൾ മാർക്സിയൻ പെർസ്പെക്റ്റീവാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. ഇന്ത്യൻ സമൂഹത്തെ പഠിക്കുന്നതിനകത്ത്, ഇന്ത്യൻ സമൂഹത്തെ നേരിട്ട് പഠിക്കുന്നതിനകത്തും, ഇന്ത്യൻ സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനകത്തും, ഇന്ത്യൻ സമൂഹത്തെ ഏത് രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഏത് രീതിയിൽ അതിനെ വായിച്ചെടുക്കണം എന്നതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു അപ്രോച്ചാണ്, അല്ലെങ്കിൽ ഒരു നിലപാടാണ്, അല്ലെങ്കിൽ ഒരു വാദഗതിയാണ് മാർക്സിസം അല്ലെങ്കിൽ മാർക്സിയൻ പെർസ്പെക്റ്റീവ് എന്നുള്ളതാണ് മാർക്സിയൻ തിങ്കേഴ്സുകൾ അല്ലെങ്കിൽ മാർക്സിയൻ അനുഭാവികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. ഓക്കെ, സോ അതിലുള്ള അപ്പോൾ മാർക്സിയൻ ഫിലോസഫിക്കകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? the only reality is that of material phenomena that determines everything else. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്താണ്? ഭൗതികമായിട്ടുള്ള പ്രതിഭാസങ്ങളാണ് എല്ലാ കാര്യങ്ങളെയും നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളെയും നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഇദ്ദേഹം പറയുന്നത്. ഭൗതികമായിട്ടുള്ള ആ ഒരു ഫിനോമിന എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദ മെറ്റീരിയൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ. Okay, the material mode of production forms the basic structure of any society.
ഓക്കെ, അപ്പോൾ എല്ലാ സോഷ്യൽ റിയാലിറ്റിയുടെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയൽ മോഡ് ഓഫ് പ്രൊഡക്ഷനാണ്. ദറ്റ് ഈസ് ബേസ്. അതാണ് ബേസ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് മാക്സിയൻ ഫിലോസഫേഴ്സ് അല്ലെങ്കിൽ മാർക്സിസം എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, സോ ആൻഡ് ആ ഒരു ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ബേസ് ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ സൂപ്പർ സ്ട്രക്ചർ ഉള്ളൂ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് മാർക്സിയൻ ഫിലോസഫേഴ്സ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഈ ഒരു എന്താണ് മെറ്റീരിയൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് സൊസൈറ്റിക്ക് ഒരു സ്ട്രക്ചർ വരുന്നു. ആ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ചില റിലേഷൻഷിപ്പിനെ ഉണ്ടാക്കിയെടുക്കുന്നു, അല്ലെങ്കിൽ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഉണ്ടാക്കിയെടുക്കുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മുടെ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് നമ്മുടെ റിലീജിയൻ, നമ്മുടെ ഫാമിലി, ലോസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി, കാസ്റ്റ്, ഇത്തരം കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇന്ത്യയിലുള്ള സ്കോളേഴ്സ് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ ആ ഒരു എക്കണോമിക് ആസ്പെക്ട്സിലൂടെ വേണം ഇന്ത്യൻ സൊസൈറ്റിയെ പഠിക്കാൻ. അല്ലെങ്കിൽ മാർക്സിൻ്റെ തിയറി തന്നെ എന്താണ്? ഈ ഒരു എക്കണോമിക് ആസ്പെക്ട്സ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് മാർക്സിയൻ സ്കോളേഴ്സ് എന്ത് ചെയ്യാണ്? ഇന്ത്യയിലുള്ള ഈ ഒരു എക്കണോമിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഓക്കെ, ആ എക്കണോമിക് മോഡ് ഓഫ് പ്രൊഡക്ഷനെ മനസ്സിലാക്കിയാൽ മാത്രമേ എന്താണ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പറയാനായിട്ട് പറ്റൂ എന്നുള്ളതാണത് ഇവിടെ ഞാൻ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം. ഓക്കെ, സോ വൺ ഓഫ് ദി എമിനൻറ്റ് സ്കോളർ ആൻഡ് വൺ ഓഫ് ദി മാർക്സിയൻ ഹിസ്റ്റോറിയൻ, that is D.D. Kosambi. Okay, so he has to use that Marxian dialectical method in order to understand, in order to analyze the materialism of Indian social system. അപ്പോൾ D.D. Kosambi ആണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിനകത്ത് അദ്ദേഹം ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിയറീസിനകത്ത് അദ്ദേഹം ഉപയോഗിക്കുന്നത് മാർക്സിയൻ ഡയലക്റ്റിക്കൽ മെത്തേഡാണ്. അപ്പം ഈ ഒരു ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിനകത്തുള്ള മെറ്റീരിയലിസം എന്താണ്, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഭൗതികവാദം എന്താണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റി എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിനകത്തുള്ള സാമൂഹികമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ എന്താണ്. ഓക്കെ, സോ അപ്പോൾ ഇദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ ആർഗ്യൂഡ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് കനോട്ട് ലീവ് വിത്തൗട്ട് ബ്രെഡ് ഓർ ഫുഡ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫുഡില്ലാതെ അല്ലെങ്കിൽ ബ്രെഡില്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന് എന്താണ് ഭക്ഷണമില്ലാതെ നിലനിൽപ്പില്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് D.D. Kosambi പറയുന്നത്. ഓക്കെ, ആൻ അഗ്രിഗേറ്റ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ബിക്കം society only when the people develop most essential relations. ഓക്കെ, അപ്പോൾ ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യുന്ന ഈ ഒരു ആളുകൾ എന്ത് ചെയ്യുന്ന സൊസൈറ്റിയുടെ ഭാഗമാവുക എന്ന് പറയുന്നത് എന്താണ്? അവിടെ എസെൻഷ്യൽ ആയിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില ബന്ധങ്ങളെ മനുഷ്യർ രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ മനുഷ്യ സമൂഹം അല്ലെങ്കിൽ മനുഷ്യരെന്ത് ചെയ്യുന്നത്? സമൂഹത്തിൻ്റെ ഭാഗമാകുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? ഇതിലൂടെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യം. ഓക്കെ, ദ റിലേഷൻസ് ഡെവലപ്പ് ത്രൂ ദി പ്രൊഡക്ഷൻ ആൻഡ് മ്യൂച്വൽ എക്സ്ചേഞ്ച് ഓഫ് കമ്മ്യൂണിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആ റിലേഷൻസ് അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ആ റിലേഷൻസ് ഹ്യൂമൻ ബീങ്സ് ഡെവലപ്പ് ചെയ്യുന്നത് ഏത് രീതിയിലാണ്? ത്രൂ പ്രൊഡക്ഷനിലൂടെയും അതുപോലെ തന്നെ മ്യൂച്വൽ എക്സ്ചേഞ്ച് ഓഫ് കമ്മ്യൂണിറ്റീസ്, അവരുടെ കയ്യിലുള്ള കമ്മോഡിറ്റീസിൻ്റെ എക്സ്ചേഞ്ചിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ കൈമാറ്റം ചെയ്യുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, ആൻഡ് കിൻഷിപ്പ് ഈസ് നോട്ട് എസെൻഷ്യൽ ആസ് പ്രൊഡക്ഷൻ റിലേഷൻസ്. കിൻഷിപ്പ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല ഈ ഒരു പ്രൊഡക്ഷൻ റിലേഷൻസിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ, ദ നാച്ചർ ഓഫ് ഇൻട്രാക്ഷൻ ഓഫ് പീപ്പിൾ വിത്ത് എ നാച്ചുറൽ സറൗണ്ടിങ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു പ്രൊഡക്ഷൻ്റെ ടെക്നിക്സ് എന്ന് പറയുന്നത് എന്താണ്? അയാൾ ഇടപെടുന്ന അയാളുടെ നാച്ചുറൽ സെറ്റിങ്സ് ആണ്, അല്ലെങ്കിൽ അയാളുടെ ആ ഒരു നാച്ചർ ഓഫ് ഇൻട്രാക്ഷനാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്ഷൻ്റെ സൊസൈറ്റിക്കകത്തുള്ള പ്രൊഡക്ഷൻസിൻ്റെ ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ സർപ്ലസ് ദാറ്റ് ഈസ് പ്രോഫിറ്റ്, അപ്പോൾ ലാഭം എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ
ഇവിടെ എന്താണ് ഒരു വ്യക്തിക്ക് കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദാറ്റ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് എമംഗ് വാരിയസ് മെമ്പേഴ്സ് ഈസ് ദ മാറ്റർ ഫോർ ദ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഉൽപ്പാദനത്തിൽ നിന്നുണ്ടാവുന്ന ആ ഒരു വരുമാനം അല്ലെങ്കിൽ ലാഭം എന്ന് പറയുന്നത് എന്താണ്? അത് ഏത് രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ത് രീതിയിലുള്ള വഴികളാണ്, മീൻസാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഏത് രീതിയിലാണ് ആ കിട്ടിയിട്ടുള്ള ലാഭത്തെ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കപ്പെടുന്നത്. അതൊക്കെ എന്താണ്? ദാറ്റ് ഈസ് എ മാറ്റ് ഫോർ ദ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻസിൻ്റെ ഭാഗമാണ് എന്നും കൂടെ എന്ത് ചെയ്യണം? നമ്മൾ പറയേണ്ടതാണ്. ഓക്കെ, വാട്ട് ദ മാറ്റർ ഈസ് ഹൂ ഓൺസ് ദ ടൂൾസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കൺട്രോൾസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്. അപ്പോൾ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്റർ എന്ന് പറയുന്നത് ആരാണോ എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രൊഡക്ഷൻസിൻ്റെ ടൂൾസ് ഉള്ളത്, ആരുടെ കയ്യിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻസിൻ്റെ ടൂൾസ് ഉള്ളത്, ഉപകരണങ്ങൾ ഉള്ളത്, അതുപോലെ തന്നെ ആരാണോ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ലാഭത്തെ എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. Okay, so Marxists believe that society is held together by the bonds of production. ഓക്കെ, അപ്പോൾ സമൂഹം ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ സമൂഹം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്താണ്? ഈ ഒരു പ്രൊഡക്ഷൻസിൻ്റെ ഈ ഒരു കരാറിലൂടെയാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഓക്കെ, സോ ഫോർ കോസാംബി ഹിസ്റ്ററി ഈസ് ദി പ്രസൻറ്റേഷൻ ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് സക്സസീവ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ദ മീൻസ് ആൻഡ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പം ചരിത്രം എന്ന് പറയുന്നത് എന്താണ്? അതൊരു എന്താണ്? ഈ ഒരു മീൻസ് ഓഫ് അതുപോലെ തന്നെ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഏറ്റവും സക്സസീവായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സിനെ എന്ത് ചെയ്യാം? നല്ലതുപോലെ പ്രസൻറ്റ് ചെയ്യുന്നൊരു ഓർഡറാണ്, ഒരു ക്രമമാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? ഡി കോസാംബി ഹിസ്റ്ററിയെ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. Okay, so he argued that the materialist analysis provides a systematic understanding of Indian culture and society. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇന്ത്യയെക്കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു ഭൗതികാത്മകമായിട്ടുള്ള ഒരു വിചിന്തനമാണ്, അല്ലെങ്കിൽ ഭൗതികാത്മകമായിട്ടുള്ളൊരു വിലയിരുത്തൽ നമുക്ക് അത്യാവശ്യമാണ്. അതിലൂടെ ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചും ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചും നമുക്ക് പഠിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹം പറയുന്നത്. സോ ദ മാക്സിൻ അപ്രോച്ച് ദ മെയിൻ ടാസ്ക് ഈസ് ടു ഐഡൻറ്റിഫൈ സക്സസീവ് ഡെവലപ്മെൻറ്റ്സ് ഇൻ മീൻസ് ആൻഡ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ദാറ്റ് ട്രൂലി മിറർ ഓഫ് life of any stage in history. And he propounds, that is D.D. Kosambi proposed a general theory of history found on dialectical materialism, and he called that is a purely materialist reconstruction of history and stages of societal development in India. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിക്കകത്ത് അദ്ദേഹം ആ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൻ്റെ ബേസിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ഓക്കെ, സോ study of religion, superstition, rituals, myths may be undertaken to examine the underlying means and relations for the ideological superstructure. അപ്പോൾ ഈ ഒരു മതത്തെക്കുറിച്ചും അതുപോലെ തന്നെ മത ആചാരങ്ങളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചൊക്കെ ഈ ഒരു മീൻസ് ആൻഡ് റിലേഷൻസിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്? പഠിക്കപ്പെടുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, സോ he emphasized, that is Kosambi emphasized, that the economic considerations are important in the explanations of relations. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു റിലീജിയനെ കുറിച്ച് പഠിക്കാനും, അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കാനും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻസിനെയും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് പ്രൊഡക്ഷനെയും അതുപോലെ തന്നെ മീൻസ് ആൻഡ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷനെ വെച്ചിട്ട് വേണം ഇന്ത്യൻ സമൂഹത്തെ പഠിക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തെ വായിച്ചെടുക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു അതിനകത്തുള്ള മാർക്സിസ്റ്റ് സ്കോളേഴ്സാണ്, അതുപോലെ തന്നെ TP മുഖർജി, MN ദത്ത്, അതുപോലെ തന്നെ DD കോസാംബി, ദേശായ്, PC ജോഷി, അവരൊക്കെ എന്താണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ സ്കോളേഴ്സാണ്. അവരാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇന്ത്യൻ സമൂഹത്തിനകത്തുള്ള ഈ ഒരു ഡയലക്റ്റിക്കൽ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ സമൂഹത്തെ പഠിക്കുന്നതും അതിനകത്ത് ഒരുപാട് ഡിബേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതും. ഓക്കെ, സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AR ദേശായ്, അദ്ദേഹത്തിൻ്റെ തിയറീസാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലെറ്റ്സ് മൂവ്
Air Desai on his idea.